Hello students, നമുക്കറിയാം അക്കൗണ്ടൻസിയുടെ ചോദ്യത്തിന്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. കുറച്ചുകൂടിയും അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കഴിഞ്ഞ എക്സാമിനേഷൻ ഒക്കെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് തിയറി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം അങ്ങനെ ചോദിച്ചായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോകണം. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ലപോലെ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ ഒബ്സർവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളൂ. എന്താണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്? നമ്മൾ അതിന്റെ തിയറി പഠിക്കണം ആദ്യം. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സുകളെല്ലാം ക്ലോസ് ചെയ്തു. അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട്സിന്റെ അകത്ത് ഏതെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എറേഴ്സിന് റെക്ടിഫിക്കേഷൻ നടത്തുന്ന എൻട്രീസ് ആണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. അങ്ങനെ നടത്തുന്ന പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. സോ അത് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രോവിഡന്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോഴൊക്കെ ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോവുക, പ്രോഫിറ്റ് ഷെയർ റോങ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒമിറ്റിങ്ങും അതുപോലെ തന്നെ കമ്മീഷനും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു എൻട്രി പാസ് ചെയ്യാം? ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. സോ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ക്ലോസ്ഡ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്ത് തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പോകണം. ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റിലൂടെ എല്ലാം വരുന്ന ഒരു ക്വസ്റ്റിലൂടെ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാം. നല്ലപോലെ ശ്രദ്ധിക്കണം ക്വസ്റ്റിനകത്ത്. ഓക്കെ, എന്നാലും നമുക്കത് മനസ്സിലാവും. നല്ലപോലെ ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യണം. സി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. മനു ആൻഡ് അനു ആർ പാർട്ട്നേഴ്സ്. രണ്ട് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 2:3 ആണ്. അവരുടെ ക്യാപിറ്റൽ 70 and 60. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 70-60 ആണ്. ആൻഡ് പ്രശ്നം ഇതാണ്, ഇറ്റ് സബ്സീക്വന്റ്ലി ഫൗണ്ട് ദാറ്റ് ഫോളോയിങ് ഐറ്റംസ് ഹാഡ് ബീൻ ഒമിറ്റഡ്. താഴെ പറയുന്ന ഐറ്റംസ് ഒമിറ്റ് ചെയ്തു, എഴുതാൻ വിട്ടുപോയി. വൈൽ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് വിട്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 31 മാർച്ചിലാണ്. അപ്പോൾ വിട്ടുപോയ ഐറ്റംസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഒന്നാമത്തെ ആൾ മനു ആണ്. മനുവിന് 70,000 × 6/100 ആണ്, 4,200 വരും. രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ 3,600. ഇത് എഴുതാൻ വിട്ടുപോയി. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി എന്നാണ് അതിനർത്ഥം. നമുക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 240, 180. അപ്പോൾ 240, 180 എമൗണ്ട് നേരിട്ട് തന്നു. അതെന്താ സംഭവിച്ചത്? പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്, അല്ലെങ്കിൽ അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റമാണ്. ഇനി അടുത്ത പ്രശ്നം, മനുവിനൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. കമ്മീഷൻ മനുവിന് കൊടുത്തിട്ടില്ല, അതും വിട്ടുപോയി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും തെറ്റല്ലേ? അതായത് ഇതാണ് എറർ എന്ന് പറയുന്നത്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു, പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇത് കാണിക്കാതെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആ പ്രോഫിറ്റ് നഷ്ടമാണ്. ഇനി അതുപോലെ തന്നെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഒമിഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം? ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? സോൾവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്, ഒരു എൻട്രി കൂടിയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുക. ആ എൻട്രി എങ്ങനെ പാസ് ചെയ്യുന്നതാണ് നല്ലപോലെ ശ്രദ്ധിക്കുക. ഒരു സിമ്പിൾ ടേബിൾ വരച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പല രീതിയിൽ ഈ ചോദ്യം വർക്കൗട്ട് ചെയ്യാം. പല രീതിയിലാണ് ടീച്ചേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. നമുക്കൊരു സിമ്പിൾ ഫോർമാറ്റ് പഠിക്കാം, സിമ്പിൾ ടേബിൾ പഠിക്കാം. ആ ടേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. നോക്കിക്കോളൂ. 3 കോളം. ഇപ്പൊ 2 പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 3 കോളം. കാരണം ഒന്നാമത്തെ കോളം മനുവിന് കൊടുക്കാം, രണ്ടാമത്തെ കോളം അനുവിന് കൊടുക്കാം, മൂന്നാമത്തെ കോളം ടോട്ടൽ കൊടുക്കാം. ഇനി 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 കോളവും ഒരു ടോട്ടൽ 4 കോളം വരും. നമുക്ക് ഇതിൽ ഓരോ അഡ്ജസ്റ്റ്മെന്റും അങ്ങ് എഴുതുക. കാരണം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് രണ്ടാൾക്കും കൊടുക്കാൻ പോവാണേ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നർത്ഥം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാതെ കൊടുക്കുക, അവർക്ക് എടുക്കേണ്ടത് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു, മുമ്പ് വിട്ടുപോയി, അത് നമ്മളിപ്പം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തലയിൽ ആലോചിക്കുക കേട്ടോ. അപ്പം മനുവിന് കൊടുക്കണം. മനുവിന് 4,200 ആണ്. മനുവിന് 4,200 ആണ്. ഇനി അനുവിന് 3,600 ആണ്. ടോട്ടൽ വരുന്ന സമയത്ത് 7,000 അല്ലേ, 7,800 വരും. ഓക്കെ, 7,800 വരും. ഓക്കെ അല്ലേ, 7,800 വരും. ഇത് ടോട്ടൽ കൊടുത്ത് റെക്കോർഡ് ചെയ്യും. ഇനി ആഡുള്ളതൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം, ലെസ് ഉള്ളതൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ ലെസ് ചെയ്യേണ്ട ഐറ്റാണ്. പക്ഷേ മനുവിന് ഒരു കമ്മീഷൻ വന്നുകൊണ്ട് അത് നമുക്ക് ആദ്യം കൊടുക്കാം. കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, മനുവിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനാണ് കൂടി ആഡ് ചെയ്ത് വെക്കാം. മനുവിന് 4,000 ആണ്, ആഡ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പം 4,000 എവിടെ വരണം? നമ്മൾ ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്യാം. 8,200 അല്ലേ, 8,200 വരും. 3,600 വരും. അപ്പം ടോട്ടൽ വരുന്നത് 11,800 വരും അല്ലേ. ഓക്കെ അല്ലേ, ഓക്കെ, 11,800. ഇനി നമുക്ക് ലെസ് ചെയ്യേണ്ട ഐറ്റം എന്താ? ലെസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നല്ലപോലെ ശ്രദ്ധിച്ചേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റ് തന്നിക്കല്ലോ. 240 and 180. 240യും 180യും ടോട്ടൽ എത്ര വരും? 420 വരും. നമുക്ക് ലെസ് ചെയ്യാലോ. ലെസ് ചെയ്യാം. ഒന്നാമത്തെ ആൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 7,960 വരും. രണ്ടാമത്തെ ആൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 3,420 വരും. ഇനി ടോട്ടൽ നോക്കിയോ. ടോട്ടൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11,380 വരും.
ഓക്കെ, ക്ലിയർ അല്ലേ? 11,380 408 കറക്റ്റ് ആണ്. ഇതിനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ എമൗണ്ട് ആണ്, ശ്രദ്ധിക്കണേ, ഈ എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, അതായത് ഇത്രയും കാര്യം ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ടോട്ടൽ 7,800, അതുപോലെ തന്നെ 4,000 കമ്മീഷൻ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 11,800 പാർട്ട്നേഴ്സിന് കൊടുക്കാണ്ടായിരുന്നു. പക്ഷേ ഇത് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള പൈസയായിരുന്നു. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാ, 11,380 ആണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഡിവിഷൻ ഓഫ് ഫേംസ് ലോസ്, ഇത്രയും ലോസ് വന്നു. അത് 2:3 എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, 2:3 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2:3 ആണ്. അപ്പം മനുവിൻ്റെത് 2/4 ആ വരിക, 4,552. ഇനി അടുത്തത് അനുവിൻ്റെതാണ് 6,828 വരും. ഡിസ്ട്രിബ്യൂട്ട് 6, 4, 10, 11 കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ വരും. ഫേമിൻ്റെ ടോട്ടൽ 11,380 തന്നെ വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീനിങ് പഠിക്കണം. നോക്കിക്കോ എന്താ സംഭവം നോക്കാം കേട്ടോ. അതായത് ഈ ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്താണ്. അപ്പം ഇത്രയും നഷ്ടമാണ്, കാരണം ഇത്രയും കൊടുക്കണ്ടേ ഫേം അല്ലേ. അപ്പം ഇനി നോക്കിക്കേ, ശരിക്കും നമ്മുടെ മനുവിന് എത്ര കിട്ടേണ്ടത്, 7,960. മനുവിന് എത്ര കിട്ടേണ്ടത്, 7,960 കിട്ടാനുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ചേ, മനുവിന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൈനസ് ചെയ്തിട്ട് മനുവിന് ഇനിയും എത്ര കിട്ടാനുണ്ട്, 7,960 കിട്ടാനുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അനുവിൻ്റെ സ്ഥിതി നോക്കിയേ, അനുവിന് എത്ര കിട്ടാനുള്ളത്, 3,420 കിട്ടാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് എത്ര വരുന്നുണ്ട്, 4,552 വരുന്നത്. അപ്പം ബാലൻസ് കാണാമല്ലോ, ബാലൻസ് എമൗണ്ട് എത്ര വരിക, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,408 വരും. ഓക്കെ, അതുപോലെ തന്നെ ഇയാൾക്ക് കറക്റ്റ് എത്ര മതി, 3,420 മതി. അത് എത്ര മൈനസ് ചെയ്യണം, ഇത്രയും വരുന്നുണ്ട്. അത്ര വേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് മൈനസായി വരുന്നത്. അതായത് അയാൾക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് 3,408 അവിടെയും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ഇത്രയും ആവശ്യമുണ്ട്, ക്രെഡിറ്റ് ചെയ്യാം. ഇയാൾക്ക് ഇത്ര ആവശ്യമില്ല, അയാൾ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ട് ആർക്കാണോ കുറവുള്ളത് അയാൾക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക, ആർക്കാണോ കൂടുതൽ അയാളുടെ കയ്യിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക. ഈ രണ്ട് എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണ് സംഭവം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പോകണം. ആരാ ഡെബിറ്റ്, അനു ആണ് ഡെബിറ്റ്. അനൂസ് അക്കൗണ്ട് ഡെറ്റർ ടു മനൂസ് അക്കൗണ്ട് ആണ് വരിക. അനുവിന് 3,408, മനു 3,408. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ആ എൻട്രി എഴുതിക്കില്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലായ്പ്പോഴും ചോദിക്കാറില്ല. എന്നാലും ഈ പ്രാവശ്യത്തെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിൽ നമുക്ക് എന്തും എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കണം.